ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാരുടെയും ഒക്കെ സങ്കടവും ദുരിതവും തൊഴിലാളി വർഗ പ്രസ്ഥാനമായ ഇടതുപക്ഷം കേൾക്കുന്നില്ല എന്ന് ഘോരഘോരം ഓരോരുത്തർ പ്രസംഗിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന് കഴിയുന്നതിനപ്പുറം കാര്യങ്ങളൊക്കെ തൊഴിലാളി വർഗത്തിനും സാധാരണ ജനങ്ങൾക്കും വേണ്ടി ചെയ്ത് മുന്നേറുകയാണ് പിണറായി സർക്കാർ. കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ സഹായമാണ്. ഇനിയും കൂടുതൽ ആളുകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ പദ്ധതികൾ ഒരു സമതുലിത സമൂഹം കെട്ടിപ്പടുക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ്. പിറകിൽ നിന്ന് ഓരിയിടുന്ന കുറുക്കന്മാരുടെയും ശ്വാനന്മാരുടെയും ഒച്ചയൊന്നും കേട്ടിരിക്കാൻ കേരള മുഖ്യന് നേരമില്ല. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ നൽകാനായി 817 കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുക. വ്യാഴാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8,46,456 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.31 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചു. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. കോൺഗ്രസുകാരും BJPക്കാരും പിന്നാലെ നടന്ന് ഓരോ ആക്ഷേപങ്ങളും ഇല്ലാവചനങ്ങളും പറയുമ്പോഴും പിണറായി വിജയൻ അതൊക്കെ അനുമോദനങ്ങളാക്കി മാറ്റിക്കൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നൽകേണ്ട പല ആനുകൂല്യങ്ങളും പിടിച്ചുവെക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ഖജനാവ് കാലിയായിട്ട് പോലും സാധാരണക്കാരന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള പ്രസ്ഥാനമായി മുന്നോട്ടിറങ്ങുകയാണ്. നിരന്തരം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പറയുന്ന കേന്ദ്ര സർക്കാരും പ്രതിപക്ഷ നേതാക്കന്മാരുമൊന്നും ഇത് കാണില്ല. അവർക്കൊന്നും ഇതൊരു വാർത്തയുമാകില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് തുച്ഛമായ പിച്ചക്കാശ് കൊടുത്തിരുന്ന ക്ഷേമ പെൻഷൻ ഒക്കെയാണ് കേരള മുഖ്യമന്ത്രിയായി പിണറായി അധികാരത്തിൽ വന്നതിനു ശേഷം ഇത്രയും ഉയർത്തിയത്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. 817 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയും ചെയ്യും. കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ സഹായമാണ്. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രയോജനം എത്തുന്നത് വഴി കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും ചേക്കേറുമെന്ന കാര്യം നിസ്സംശയം പറയാം.